നമ്മുടെ സൗഖ്യ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ? അത് അങ്ങനെ കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നത്. അത് ഒരു എന്താ പറയാ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അത് പിന്നെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞുകൊണ്ട് അത് പബ്ലിക്കിൽ തന്നെ നമ്മളത് അങ്ങനെ ഒഴിവാക്കി. പബ്ലിക്കിൽ പറയേണ്ടിയില്ലായിരുന്നു തോന്നിയോ? അങ്ങനെ പബ്ലിക്കിൽ പറയേണ്ടിയില്ലായിരുന്നു. നമ്മൾ ഇതിന് വിചാരിച്ചു തന്നെയാണ് പബ്ലിക്കിൽ. അത് ചിലപ്പോൾ ഓരോ നേരത്തെ സിറ്റുവേഷൻസ് ആണല്ലോ. പിന്നെ നമ്മൾ അതിന്റെ ഒരു ഇതിൽ കൈകാര്യം ചെയ്തു. ഇപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പൊ എല്ലാരും തമ്മിൽ ഓക്കെ ആണ്. അപ്പൊ ഈ സൗഫി ചക്കരയുടെ കുഞ്ഞിനെ കാണാൻ വന്നല്ലോ. കണ്ടോ? കണ്ടു. വന്ന് കണ്ടപ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അത് ഞാൻ പറഞ്ഞല്ലേ, ചില രക്തബന്ധം തന്നെ ആയിരിക്കും. അതില് ഈ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പൊ ഓൽക്കൊക്കെ നമ്മള് ചാനല് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താണ്. ചിലപ്പോ ഇന്റെ അത്ര ഇത് ഓൽക്ക് അറിയണ്ടോന്ന് ഞാൻ വലിയതരം പറയാനില്ല. കാരണം എന്താന്ന് വെച്ചാൽ എനിക്കിത് 4-5 കൊല്ലായി ഞാൻ അത് തുടങ്ങി. ഈ ആളുകൾ എങ്ങനെ പറയും, ആളുകൾ ഏത് രീതിക്ക് എടുക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവർക്ക് ആ നേരത്ത് നമ്മളൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ ഒന്ന് പിന്നിലോട്ട് അതിന്റെ ഭവിഷ്യത്തും കൂടി നോക്കിയാൽ മതി. നമ്മളങ്ങനെ ഒഴിവാക്കലാണ് ഓരോ കാര്യങ്ങൾ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയൂല. കാരണം നമുക്കൊരു പ്രൈവസി ഉണ്ട്. നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വീട്ടിലൊരു പ്രശ്നം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ സോഷ്യൽ മീഡിയത്തെ ആളുകൾ അതിൽ ഒരിക്കലും കുറ്റമല്ല. കാരണം നമ്മൾ പറയേണ്ടതാണല്ലോ അവരത് കേൾക്കുന്നത്. അപ്പൊ അവരോട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് രണ്ടുപേരോടും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന ഇഷ്യൂ ആവുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ